അധ്യക്ഷൻ, പാസ്റ്റർമാർ, കൂടെ വന്നിരിക്കുന്ന മാതാപിതാക്കൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഇമാജിനേഷന്റെ പേര് കൽപ്പാക്കങ്ങൾ. ഒരാഴ്ചയായി കല്യാണാഘോഷമാണ്. വിരുന്നുകാർ വരുന്നു, വിരുന്നുകാർ പോകുന്നു, സന്തോഷം പങ്കിടുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, സമ്മാനങ്ങൾ വാങ്ങുന്നു. കുറെ നാളുകൾക്ക് ശേഷം കണ്ടവർ വിശേഷം തിരക്കുന്നു, വിശേഷങ്ങൾ പറയുന്നു. എല്ലാം കൊണ്ടും ആകെ ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞ കല്യാണ വീട്. അവരുടെ എല്ലാ സന്തോഷങ്ങളും കണ്ടിട്ട് ആരും ശ്രദ്ധിക്കാതെ അഴുക്ക് പുരണ്ടിരിക്കുന്ന ഞങ്ങൾ 6 കൽപ്പാത്രം കൊണ്ടു. വളരെയധികം സങ്കടം തോന്നി. ആരെങ്കിലും പരിഗണിക്കണമെങ്കിൽ യഹൂദന്മാരുടെ ശുദ്ധീകരണകാലം വരണം. എന്നാലും അതിനുശേഷം നമ്മളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. മനുഷ്യർ അങ്ങനെയാണെന്നെങ്കിലും കാര്യശാലത്തിന് മാത്രം മതി നമ്മളെ. അത് കഴിയുമ്പോൾ അവർ നമ്മളെ മറന്നു കളയും. അവർ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. അതിലൊരു കൽപ്പാത്രം പറഞ്ഞു, നസറേയനായ യേശുവിനെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് എന്ന സത്യം കൽപ്പാത്രമായ നമുക്കറിയാം. അദ്ദേഹം ഈ കല്യാണത്തിന് വന്നിരുന്നു എങ്കിൽ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമായിരുന്നു. അദ്ദേഹം ദൈവപുത്രനാണ്. ചെറിയ അഴുക്ക് നമ്മളെ അദ്ദേഹം ശ്രദ്ധിക്കുമോ? അദ്ദേഹം നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ. യേശു നമ്മളെയും നമുക്ക് ശ്രദ്ധിക്കണമേ. അത് ആരവാരങ്ങൾ കേൾക്കുന്നു. യേശുവും ശിഷ്യന്മാരും വരുന്നത് തോന്നുന്നു. അല്പസമയത്തിന് ശേഷം യേശു കൽപ്പാത്രങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. അന്ന് വരെ അവർക്ക് തോന്നിയിട്ടില്ലാത്ത ദൈവിക സമാധാനവും സന്തോഷവും കൽപ്പാത്രങ്ങൾക്ക് തോന്നി. യേശു കൽപ്പാത്രങ്ങളെ നോക്കിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കൽപ്പാത്രങ്ങളെ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി എൻ്റെ അടുക്കൽ കൊണ്ടുവരും. എനിക്ക് ഇവരെ